പുള്ളിക്ക് ആദ്യമേ എന്നെ ഇഷ്ടമല്ല. ലാലെ അത് കൈ ഇങ്ങനെ വയ്ക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ സ്വാഭാവികം ഇങ്ങനെ വയ്ക്കും, അങ്ങനെ കൈ കെട്ടണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഈ കൈ രണ്ട് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന കൺഫ്യൂഷനായി പോകും. മനഃപൂർവ്വം പണി തരും. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കിളി പോയെന്ന് വേണമെങ്കിൽ പറയാം. മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട നടന്മാരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? മമ്മൂട്ടിയുണ്ട്, അങ്ങനെ മോഹൻലാലിനോട് ഇപ്പോൾ അഭിനയിച്ചിട്ടില്ല അല്ലേ? ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ലാലേട്ടൻ്റെ കൂടെ ഞാൻ തുടക്കത്തിൽ എന്താ പറയുക, അത് ജൂനിയർ ആർട്ടിസ്റ്റാണ് അഭിനയിച്ചത്. അത് സീസൺ എന്നൊരു സിനിമ. അത് വലിയ അത് ലാലേട്ടൻ്റെ കൂടെ സംസാരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ഒന്നും പറ്റി. അത് നമ്മളെ എന്താ പറയുക, ഞാൻ പത്മരാജ് സാറിന് ആ സമയത്ത് പോയി കണ്ടിരുന്നു. പത്മരാജ് സാറിന് പറഞ്ഞു ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളായിട്ടാണ് പോയത്. ഇത് വേഷമുള്ളൂ, നമുക്ക് അടുത്തൊരു പടത്തിൽ നമുക്ക് പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിൻ്റെ പേരിൽ ഞാൻ ചെയ്തതാണ്. പക്ഷേ അത് പിന്നീട് പുള്ളി ഗന്ധർവം ചെയ്ത് പിന്നെ അങ്ങ് പോയി. അത് വലിയൊരു അതും നഷ്ടമായിപ്പോയി. കാര്യം പത്മനാഭ വീട്ടിൽ പോയി കണ്ടു. സാറേനെ പറഞ്ഞ് ഇതെന്തായാലും ചെയ്യൂ, നമുക്ക് അടുത്തിൽ നമുക്ക് പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനത്തെ ഒരു പറഞ്ഞതിൻ്റെ വാക്കിൻ്റെ പുറത്ത് നമ്മൾ ചെയ്ത സാധനം. എന്നാലും ഒന്നുമില്ലെങ്കിൽ പറയാലോ, പത്മനാഭ സാറിന് ഒരു പടത്തിൽ ചെയ്തെന്ന് പറയാം. പിന്നെ അതൊരു വലിയൊരു ഗിഫ്റ്റ് അല്ലേ. അറിയാം പേഴ്സണൽ അമ്മയുടെ പിന്നെ നമ്മുടെ നമ്മളെ പ്രസിഡന്റ് ഇല്ലായിരുന്നു. അല്ല, എന്തായാലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു നമ്മൾ എന്താ പറയുക, ഓരോ ഫംഗ്ഷൻ വരുമ്പം ചെന്ന് സെൽഫി എടുക്കുക, സംസാരിക്കും, അങ്ങനെ അത്രേ ഉള്ളൂ. അതല്ലാതെ കൂടുതൽ എടുക്കാൻ സാധിച്ചിട്ടില്ല. സിനിമ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? സിനിമയിൽ ഈ പറയും പോലെ ആ സിനിമ സെറ്റിലുണ്ടാകുന്ന സുഹൃത്തുക്കൾ, അങ്ങനെ വലിയ സുഹൃത്തുക്കളൊന്നും എനിക്കില്ല. അല്ലെ, തിരുവനന്തപുരം ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, ആ ബെൽറ്റിലോട്ടൊന്നും വീടില്ലേ? നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുമോ? ഇല്ല, അതിനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല. നമുക്കാകെ സിനിമയിൽ ഈ ബെൽറ്റ് ഉണ്ടാകുന്നത് നമ്മൾ ആ ഒരു വർക്കുമായി ബന്ധപ്പെടുമ്പോഴാണ് പിന്നെ ബെൽറ്റ് ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അകപ്പെട്ടിട്ടില്ല ഇതുവരെ. അതിന് അങ്ങനെ ഒരു ഒറ്റയാനെ പോലെ ബെൽറ്റ് ചാടിക്കൂടെ? ഞാൻ ഒറ്റയാനൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ഇതെല്ലാം സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ്. അങ്ങനത്തൊന്നും സംഭവിച്ചില്ല, അത്രേ ഉള്ളൂ. ഒരു സംഭവിക്കട്ടെ. ഈ സിനിമ അല്ലെങ്കിൽ സീരിയൽ രംഗത്ത് വരുന്നവർ ഈ തമ്പി സാർ പറഞ്ഞ ഡയലോഗ് പറയുക, ഒരു വള്ളത്തിൽ കാലിയോട്ട്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ ബാധ്യതകളോ പ്രശ്നങ്ങളൊന്നുമില്ല, ഒറ്റയാനാണ്, എവിടെയും പോകാം, ഇങ്ങോട്ടും പോകാം. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമയം തെളിയുന്ന ഇനിയായിരിക്കും അല്ലേ? അങ്ങനെ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. അല്ല, പ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് വരും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനുള്ള ഒരു കാത്തിരിപ്പാണ്. അല്ല, മലയാള സിനിമ ഒരുപാട് മാറിയില്ല. മലയാള സിനിമയുടെ അതായത് നമ്മുടെ തുടക്കകാലത്തിൽ നമ്മളെ സിനിമ എന്ന് പറയുന്നത് ഫിലിമിലാണ്, അറിയില്ല, ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ഈ ഫിലിം നമുക്ക് റീടേക്ക് വരുമ്പോഴും നമുക്ക് നെഞ്ചിടിക്കും. കാര്യം ഓരോ ടേക്ക് വരുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുക. നമുക്ക് ഈ ഫിലിം ഓടുന്നതിൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോഴേ ഭയങ്കര ടെൻഷനാണ്. ഇപ്പോഴതല്ലേ, ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ഡിജിറ്റൽ ആയതുകൊണ്ട് എത്ര ടേക്കുകൾ എടുക്കുക നമുക്ക് കംഫർട്ടബിളാണ്. നമ്മളെ എക്സ്പ്രഷൻസൊക്കെ മാക്സിമം ടൈം എടുത്ത് ചെയ്യാം, പ്രശ്നമില്ല. മറ്റേതാണെങ്കിൽ നമുക്ക് ഒരു റീടേക്ക് ആയിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ആ മുഖം മാറി തുടങ്ങും ആൾക്കാരെ. ഫസ്റ്റ് 1, 2, 3 അങ്ങനെ എന്തെങ്കിലും അനുഭവം പാടില്ല. അതിനും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. ദൈവാധീനം കൊണ്ട് അങ്ങനെ ഡയലോഗ് ഒന്നും അങ്ങനെ പറയേണ്ടി സംഭവിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നടന്ന രീതിയിൽ ഏത് പാത്രത്തിൽ വെള്ളമായിട്ട് വീഴാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടല്ലേ? ഇന്ന പാത്രം വേണമെന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം, അത്രേ ഉള്ളൂ. അല്ല, നമുക്ക് നമ്മളെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അഭിനയിക്കണം എനിക്കിഷ്ടം. അല്ല, അങ്ങനെ സംവിധായകന്മാരെ പിന്നെ പ്രേമ അങ്ങനെ ഇങ്ങനെ ലാല ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്ന ഒരു ഉപദേശങ്ങൾ തരുന്ന സമയമായാലും അങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരാളായിരുന്നു നമ്മളെ കെ രാജീവിൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടായിരിക്കും എനിക്കത് ഭയങ്കര കംഫർട്ടബിളാണ്. വേറെ ഒന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ ചില ഡയറക്ടേഴ്സിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അഭിനയിക്കുന്നത് ചിലപ്പോൾ നമുക്കിപ്പം പുള്ളി മനസ്സിൽ കണ്ടതായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് ഓപ്പണായിട്ട് ഇങ്ങനെ പറയും, നമ്മളെ മനസ്സങ്ങ് മാറിപ്പോകും. പക്ഷെ പുള്ളി അങ്ങനെയല്ല. പുള്ളിയുടെ ആ ഒരു സ്കൂളെന്ന് പറയുന്നത് വേറെ. പുള്ളി പതുക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ കറക്റ്റ് മാപ്പ് വരച്ച് കാണിച്ചു തരും. ഇതൊക്കെയാണ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. മൂഡ് ഔട്ടാക്കിയ സംവിധായകരും ഉണ്ടല്ലേ? മൂഡ് ഔട്ടാക്കിയ ഒരു സംവിധായകൻ എനിക്കത് അതെ. ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലേ? അങ്ങനെ ചെയ്യാൻ അത് മിമിക്രി ആയി പോകില്ല. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിമിക്രിയാണത്. അപ്പോൾ ഞാൻ ഒരു സീനിൽ പുള്ളിക്ക് ആദ്യമേ എന്നെ ഇഷ്ടമല്ല. ആദ്യമൊക്കെ ഞാൻ ഒരു സീനിൽ ഞാനിങ്ങനെ സീരില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നു, ലാലെ അത് കൈ ഇങ്ങനെ വയ്ക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ സ്വാഭാവികം ഇങ്ങനെ വയ്ക്കും, അങ്ങനെ കൈ കെട്ടണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഈ കൈ രണ്ട് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന കൺഫ്യൂഷനായി പോകും. പിന്നെ ഞാൻ ഇങ്ങനെ വയ്ക്കുമ്പോൾ അങ്ങനെ എന്തു പറഞ്ഞാലും ബാക്കി ആര് ചെയ്താലും ഒരു പ്രശ്നമില്ല. മനഃപൂർവ്വം പണി തരുന്നത്. അവസാനം എന്താ പറയുക, എനിക്ക് അങ്ങോട്ട് നോക്കാൻ വയ്യ, ഇങ്ങോട്ട് നോക്കാൻ വയ്യ, എങ്ങനെ നോക്കിയാലും പുള്ളിക്ക് കംഫർട്ടബിൾ അല്ല. അല്ല, നിങ്ങൾ ഒന്നുമില്ല. അങ്ങനെയൊക്കെ പണിയുന്ന ഒരു ഉദ്ദേശം എന്താ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ അത് ശരിയാക്കി എടുത്തത് തന്നെ? എന്നാൽ ശരിയാ, സീരിയൽ നിന്നപ്പോൾ ശരിയായി.
ആ ദിവസം മൊത്തം പോകുമല്ലേ നമ്മുടെ അങ്ങനെ അവനെയും അല്ല, അത് പുറത്ത് മനസ്സിലാക്കേണ്ടത് അത് വേറൊന്നുമില്ല. അപ്പം ഇപ്പം നമ്മൾ അഭിനയിക്കുന്നത്, ഓരോ വ്യക്തി അഭിനയിക്കുന്നത് ഇപ്പം നമുക്ക് ഓരോ രീതിയാണ് അല്ലേ, അതെ ഓരോ രീതിയാണ്. അപ്പം ഞാൻ അഭിനയിക്കും പോലെ ആയിരിക്കും നിങ്ങൾ അഭിനയിക്കുന്നത്, നിങ്ങൾ അഭിനയിക്കും പോലെ അദ്ദേഹം അഭിനയിക്കുന്നത്, ഓരോരുത്തർ ഓരോ അങ്ങനെ. എന്നാൽ മാത്രമേ അതൊരു ഒരു നാച്ചുറാലിറ്റി വരുള്ളൂ അല്ലേ. ഇപ്പോൾ എൻ്റെ ഒരു മാനറിസം ആയിരിക്കില്ല നിങ്ങളുടെ മാനറിസം. ഇതിപ്പം പുള്ളിക്ക് ഞാൻ ചെയ്യുന്നതൊക്കെ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കഥാപാത്രം ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ നിൽക്കുന്നില്ല സാധനം. പിന്നെന്ത് ഇത് കളഞ്ഞിട്ട് പോയാൽ പിന്നെ ഞാൻ കളഞ്ഞിട്ടൊന്നും പോയില്ല, അവസാനം എന്തോ അങ്ങ് നിന്നു, അങ്ങ് ഒരു സീരിയൽ തന്നെ അങ്ങ് നിന്നു. അങ്ങനെ ശല്യം ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് സമയം മനസ്സുകൊണ്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നവരല്ലേ. അല്ല, അങ്ങനെ ഒരു എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. ഇത് ആ സംഭവം മാത്രമേ ഉള്ളൂ. വേറെ കോ ആക്ടേഴ്സ് എന്തെങ്കിലും നമുക്ക് പറയില്ല ഡയലോഗ് പരമായിട്ടും അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടൊക്കെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ടോ ലൊക്കേഷനിൽ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാവരും നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്കെല്ലാം നല്ല ഫ്രണ്ട്സായി. ഈ പറഞ്ഞ ഈ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായത് ഇത് മാത്രമേ ഉള്ളൂ എനിക്ക്. ഇപ്പം നടന്മാരാണല്ലോ സിനിമ ഭരിക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സംവിധായകരൊക്കെ ഔട്ട്ഡേറ്റഡായി നടന്മാരാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ നടന്മാർ ഭരിക്കുന്ന ഇൻഡസ്ട്രിയിൽ അപ്പോൾ അവരെ സൂപ്പിച്ചാലേ പറ്റത്തുള്ളൂ നമ്മളെ പോലുള്ളവർക്ക്. അപ്പം അതിനെന്താ അതിന് ഒരു മുന്നൊരുക്കങ്ങളൊക്കെ? ഇല്ല, അങ്ങനെയൊന്നും ചെയ്യണത്. നമുക്ക് പറ്റിയ വേഷങ്ങൾ, അങ്ങനത്തെ ഒരു മുൻനിൽക്കുന്ന ആൾക്കാരെ ഞാൻ നാളെ മുതൽ എല്ലാവരെയും നമുക്ക് സോപ്പിട്ടുകളെന്ന് പറഞ്ഞ് ഇറങ്ങിയ വിടുന്ന നടന്മാരൊന്നും അല്ല ഇവിടെ ഉള്ളത്. അങ്ങനെ അവർക്ക് എന്താ പറയുക, അവരെല്ലാം സിനിമ നന്നായിട്ട് അറിയുന്നവരും വ്യക്തികൾ ആരാന്ന് അറിയുന്നവരെല്ലാം ഉള്ളത് തന്നെ. നമ്മളെയും കാട്ടി നമ്മൾ വിചാരിക്കും നമുക്കാണ് ബുദ്ധിയുണ്ടാവുക, ഒന്നുമല്ല. അവർക്കൊക്കെ നല്ല എല്ലാം പഠിച്ച് നമ്മളെയും കാട്ടി എല്ലാ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് വരുന്ന നടന്മാർ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവരെ സ്ഥാനത്ത് എത്തിയത്, നമ്മൾ എത്താത്തതും. പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ച ഒരാളല്ലേ. അപ്പോൾ അയാളും ഞാനും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ എന്തെങ്കിലും അദ്ദേഹത്തിന് ഇല്ല, അദ്ദേഹത്തിൻ്റെ സീന് ഞാൻ നമ്മൾ ചെയ്യുന്നത് മൂന്നാറിലാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കിളി പോയെന്ന് വേണമെങ്കിൽ പറയാം. പല ഇതിൽ പറഞ്ഞു. അദ്ദേഹം ഞാൻ ഒരു 10-15 പേജുള്ള ഒരു സീനാണ്, ഒരു സീനിൽ ഇത്രയുണ്ട് പേജുള്ള സംഭവമാണ്. അത് പുള്ളി എല്ലാവരുടെ ഡയലോഗ്സും പുള്ളി പറയുക, എല്ലാവരെയും. അതിൽ ഞാനുണ്ട്, മറ്റേ മാല പാർവതിയുണ്ട്, പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട്, മരിച്ചുപോയ പ്രതാപ് ചേട്ടനുണ്ട്. ഇത്രയും പേര് ഡയലോഗ്, പിന്നെ പുള്ളിയുടെ ഡയലോഗുണ്ട്. ഇത്രയും കാണാൻ പഠിച്ച് പുള്ളി തന്നെ പറയുക. ഒരു കോമ്പ് പോലും അത് കാണുമ്പോൾ തന്നെ നമ്മളെ കിളി പോകില്ലേ. നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വ്യക്തി ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ നേരിട്ട് കാണുന്നത്. നല്ല എനിക്ക് ഭയങ്കര ഞാൻ അസൂയോടെ തന്നെ ഞാൻ നോക്കിയിരുന്നു. ഇത്രയും നല്ലൊരു കഴിവുള്ള ഒരു അന്നേ മനസ്സിലായി ഇത് ഇദ്ദേഹം ഇവിടെ നിൽക്കില്ല, ഇത് ഇദ്ദേഹം ഒരു കഴിവിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. അത് തലക്കനമായിട്ട് എപ്പോഴും തോന്നി. അത് തലക്കനമല്ല, അത് ആ വ്യക്തിയുടെ കഴിവിലുള്ള വിശ്വാസമല്ലേ. അത് ഒരിക്കലും ഹെഡ് വെയിറ്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. അത് പുള്ളിയുടെ നമുക്കിപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത് ഹെഡ് വെയിറ്റ് വരുന്നത്, നമുക്ക് നമ്മളെ കഴിവിലുള്ള വിശ്വാസമാണത്. അദ്ദേഹത്തിൻ്റെ കഴിവിൽ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവിൽ എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ കഴിവ് ഒരു ഇവിടുത്തെ ഒന്നുമല്ല, പുള്ളി അത്രമാത്രം കഴിവുള്ളതാണ്. വെളിയിലൊക്കെ പഠിച്ച ആൾ മലയാളമൊക്കെ ഇത്ര സ്പോണ്ടേനിയസ് പറയണമെങ്കിൽ ചെറിയൊരു അതല്ല, അത് നമ്മൾ മറ്റുള്ള കൂടെ സംസാരിക്കുന്ന പോലെ അല്ലെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പുള്ളിയെ ഉൾപ്പെടുത്താനേ പാടില്ല. പുള്ളി വേറൊരു ജനുസാണ്. ചേട്ടനൊക്കെ നിർദ്ദേശം പറഞ്ഞു തരാറുണ്ടോ? പിന്നെ പുള്ളി പറഞ്ഞല്ലോ, ചേട്ടാ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ എന്ന് ചേട്ടാ പുള്ളി പറഞ്ഞു. ഞാനത് കറക്റ്റാ പുള്ളി പറഞ്ഞ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കിളി പോയെന്ന് പറഞ്ഞില്ലേ. നമുക്ക് നമ്മൾ വന്ന സ്കൂൾ അതല്ല, പുള്ളി വന്ന സ്കൂൾ അതല്ല, രണ്ടാണ്. പക്ഷേ നമ്മൾ ഈ വ്യക്തിയെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് വണ്ടറടിച്ചു പോയത് അതാണ്. പൃഥ്വിരാജ് പറയുന്ന സംവിധാനമാണ് ഇഷ്ടം, നടനെയാണ് ഇഷ്ടം? പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധാനമാണ് എനിക്കിഷ്ടം. പിന്നെ നടനും മോശമൊന്നുമല്ല, നടനും ഈ നമ്മളെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ കൊടുക്കുന്നത് സംവിധായകനെയാണ്. അദ്ദേഹത്തിന് സംവിധായകൻ്റെ ആ ഒരു കഴിവ് നല്ല കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നടനും. പുള്ളി നല്ല എന്താ പറയുക, പക്ഷേ എപ്പോഴും മല്ലി ചേച്ചി പറയും രാജുവിനെ കാട്ടി കഴിവുള്ളത് ഇന്ദ്രനാണെന്ന് പറയും. ഞാൻ മല്ലി ചേച്ചിയുടെ മകനായിട്ട് ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്, പൊരുത്തം എന്ന് പറഞ്ഞൊരു സീരിയൽ. അന്ന് ആ സമയത്ത് ആ ലൊക്കേഷനിൽ ഇന്ദ്രനും പൃഥ്വിയും വന്നിട്ടുണ്ട്. അന്ന് ആ സമയത്താണ് നന്ദനമൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇന്ദ്രജിത്ത് ശോഭിച്ചില്ലെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് അല്ലേ. ഇന്ദ്രജിത്ത് എല്ലാവരും പറഞ്ഞില്ലേ ഹ്യൂമർ നന്നായിട്ട് ചെയ്യും. ഇന്ദ്രജിത്ത് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സത്യം. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അതങ്ങനെയാണല്ലോ, ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അത് വേറെയാണ്.